നമസ്കാരം. നമ്മുടെ ഇവിടെ വെള്ളപ്പൊക്കവും മറ്റുമൊക്കെ വരുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സർക്കാർ തന്നെ, പ്രത്യേകിച്ച് ഇടത് സർക്കാരൊക്കെ ആണെങ്കിൽ ഈ ബിരിയാണി ചലഞ്ചെന്നും അല്ലെങ്കിൽ ആക്രി ചലഞ്ചെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് പണപ്പിരിവും മറ്റുമൊക്കെ നടത്തും. നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്, ഈ ദുരിതാശ്വാസ ഫണ്ട് കണ്ടെത്താനും സഹായിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ്. അതുകൂടാതെ തന്നെ നമ്മൾ പത്രങ്ങളിൽ അല്ലെങ്കിൽ TV വാർത്ത വഴി കണ്ടിട്ടുള്ളതാണ്, കമ്മൽ ഊരി കൊടുക്കുന്നവരുണ്ട്, ആടിനെ കൊടുക്കുന്നവരുണ്ട്, കൊച്ചുകുട്ടികൾ കുടുക്ക പൊട്ടിച്ച് കൊടുക്കുന്നവരുണ്ട്. ഇതെല്ലാം നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ ഈ നാട്ടിൽ തന്നെ ഉണ്ടായ അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉണ്ടാകുന്ന ഈ ഈ വെള്ളപ്പൊക്കം അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ തുടങ്ങിയ വലിയ ദുരന്തങ്ങളൊക്കെ വരുമ്പോഴാണ് ഇത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടിരിക്കുന്നത്. ഇതൊക്കെ തീർച്ചയായിട്ടും നന്മയുടെ, മനുഷ്യത്വത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ആളുകൾ കാണുന്നത്. മാധ്യമങ്ങളും ഇത്തരം ചെയ്തികളെയൊക്കെ വലിയ രീതിയിൽ വാഴ്ത്തിപ്പാടുകയൊക്കെ ചെയ്യും. ഇതൊക്കെ മനുഷ്യത്വമുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ മനുഷ്യത്വമുള്ള കാര്യമാണ് ചെയ്യുന്നത് എന്ന തരത്തിൽ ചില മാധ്യമങ്ങൾ വാർത്ത കൊടുത്തു തുടങ്ങിയിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. കാശ്മീരിൽ നിന്നാണ്. അവിടെ ഷിയ വിഭാഗക്കാർ കുറച്ച് കൂടുതലുള്ള സ്ഥലമാണ് കാശ്മീർ എന്ന സംസ്ഥാനം. ഈ പലരും വിചാരിക്കുന്ന പോലെ മുസ്ലിങ്ങൾക്ക് ഒറ്റ ജാതിയൊന്നുമല്ല, അതിൽ തന്നെ ജാതിയും ഉപജാതിയും ഒക്കെ ആയിട്ട് നൂറുകണക്കിനുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ സുന്നികളാണ് ബഹുഭൂരിപക്ഷം. എന്നാൽ കാശ്മീരിൽ ഈ ഷിയ വിഭാഗത്തിനാണ് നല്ല മേധാവിത്വം. അപ്പോൾ അവർ ഇപ്പോൾ നമ്മുടെ ഇവിടെ നടത്തിയ പോലുള്ള കുടുക്ക വരെ, കൊച്ചുകുട്ടികൾ കുടുക്ക വരെ പൊട്ടിച്ചിട്ട് ഈ പണം സമാഹരിക്കുകയാണ്. മാത്രമല്ല വലിയ കാശ് കൊടുക്കുന്നവരുണ്ട്, ജോലിയുള്ളവർ സാലറി ചലഞ്ച് വരെ അവിടെ നടത്തുന്നുണ്ട്. എന്നിട്ട് ഈ പണമെല്ലാം കൂടെ സമാഹരിച്ചിട്ട് ഇവർ ഇന്ത്യയിലുള്ള ഇറാൻ്റെ പ്രതിനിധി ഉണ്ടല്ലോ, അംബാസഡർ, അയാൾക്ക് കൊടുക്കുകയാണ്. എന്തിനാണ്? ഇറാനെ സഹായിക്കാൻ വേണ്ടിയിട്ട്, ഇറാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണ്. ഇത്തരം ഒരു വാർത്ത നമ്മൾ ഇപ്പോഴാണ് കാശ്മീരിൽ നിന്ന് കേൾക്കുന്നത്. ഇതിനു മുമ്പ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടായിട്ടുണ്ട്. ഈ രാജ്യത്ത് തന്നെ എത്രയോ സ്ഥലങ്ങളിൽ വലിയ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വൻപൻ ദുരന്തങ്ങളും മറ്റുമൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും നമ്മൾ ഇങ്ങനെയൊരു വാർത്ത കാശ്മീരിൽ നിന്ന് കേട്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഇത് ചെയ്യാൻ ഇവരെ പ്രചോദിപ്പിക്കുന്നത് എന്താണ്? മതം മാത്രമാണ്. അവരുടെ വിഭാഗത്തിലുള്ള ആളുകൾ, അതായത് ഇറാൻ ഷിയ വിഭാഗത്തിൻ്റെയാണ്. അവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞപ്പോൾ അവരെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. പലസ്തീനിലും ഗാസയിലും പ്രശ്നം വരുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് മലപ്പുറത്തും കോഴിക്കോടും നിന്നൊക്കെ പിരിച്ചു കൊടുക്കുന്ന പോലെയാണ് ഇപ്പോൾ ഇറാൻ ഇത് വന്നപ്പോൾ. ഒരുപക്ഷെ ഇവിടെയുള്ള സുന്നികളും ചെയ്യുമായിരിക്കും. പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എത്ര തവണ ഇതിനകം തന്നെ യുദ്ധം കഴിഞ്ഞു, ഏറ്റവും ഒടുവിൽ ഓപ്പറേഷൻ സിന്ദൂർ പോലും. ആ സമയത്ത് രാജ്യത്തിൻ്റെ കൂടെ നിൽക്കുക എന്നത് പോട്ടെ, അത് നിൽക്കുന്നില്ലെങ്കിൽ പോട്ടെ, പക്ഷേ രാജ്യത്തിന് ഗുണകരമായ കാര്യം പോലും ചെയ്യത്തില്ല. പക്ഷേ എന്നാൽ എവിടെയോ കിടക്കുന്ന, ജീവിതത്തിൽ ഒരിക്കലും കാണാൻ സാധ്യതയില്ലാത്ത ഏതോ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് കുടുക്ക വരെ പൊട്ടിച്ചവർ കൊടുക്കും. അത് ചില മാധ്യമങ്ങൾ വലിയ മാനവികതയായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയും ചെയ്യും. നേപ്പാളിൽ സംഭവിച്ചാൽ അവരിത് ചെയ്യാറില്ല, ഭൂട്ടാന് സംഭവിച്ചാൽ ചെയ്യാറില്ല. പക്ഷേ ഇറാന് സംഭവിച്ചാൽ ചെയ്യും, പലസ്തീന് ചെയ്യും, ഇനി തുർക്കി സംഭവിച്ചാൽ ചെയ്യും. എന്തൊക്കെയാണ് നമ്മൾ കാണേണ്ടത്? അതിന് മാനവികത എന്നാണ് പേരിട്ട് കൊടുക്കുന്നത്. അതിന് മാനവികത എന്നല്ല പേര്, അതിനാണ് വർഗീയത എന്ന് പറയുന്നത്. കേരളത്തിൽ ഒരു ദുരന്തം സംഭവിച്ചാൽ മതം നോക്കിയോ ജാതി നോക്കിയോ അല്ലല്ലോ ജനങ്ങൾ അതിന് സംഭാവന കൊടുക്കുന്നത്, ആണോ? ഒരിക്കലുമല്ല. പക്ഷേ കാശ്മീരിൽ നിന്ന് ഇപ്പോൾ ഇങ്ങനൊരു വാർത്ത വന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഷിയ വിഭാഗമാണ് ഇറാനിൽ കൂടുതൽ, അവരാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, അവരാണ് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരു തട്ടുകേട് വന്നപ്പോൾ, ഇപ്പോൾ യുദ്ധത്തിന് ഒരുപാട് പണം വേണമല്ലോ. മാത്രമല്ല കഴിഞ്ഞ ദിവസം നിങ്ങളൊരു വാർത്ത കണ്ടില്ലായിരുന്നോ? 1 കോടിയുടെ നോട്ട് അവിടെ അടിക്കുന്നു. 1 കോടിയുടെ നോട്ട്. 1 കോടിയുടെ നോട്ടെന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് വലിയ തുകയാണ്. ഒന്നുമല്ല, നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് 660 രൂപയുടെ വിലയേ ഉള്ളൂ. നമ്മുടെ 660 രൂപയുടെ വിലയേ ഉള്ളൂ ഇറാൻ്റെ 1 കോടിക്ക്. അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയാൽ, കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ലെങ്കിലും യുദ്ധം ചെയ്യാൻ, അവർ എത്ര വർഷം യുദ്ധം ചെയ്യാനും തയ്യാറായിട്ടാണ് ഈ സാധനമെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അങ്ങ് അണ്ടർഗ്രൗണ്ട് വരെ മിസൈൽ നഗരങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ ജനങ്ങളുടെ അവസ്ഥയും അവിടുത്തെ കറൻസിയുടെ മൂല്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതിനു മുമ്പ് 50 ലക്ഷത്തിൻ്റെ വരെ കറൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ അതിലും രക്ഷയില്ലാതെ വന്നപ്പോഴാണ് 1 കോടിയുടെ കറൻസി അടിച്ചിരിക്കുന്നത്. നമുക്കൊക്കെ ചിന്തിക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നത് ഇന്ന് തോമസ് ഐസക്കിനെ പോലെ ഏതോ ഒരാളാണ് അവിടുത്തെ കയർവരി ധനകാര്യമന്ത്രി എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും കേൾക്കുമ്പോൾ തന്നെ 1 കോടി രൂപയുടെ നോട്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ മൂല്യം ഇത്രയേ ഉള്ളൂ. ഇന്ത്യൻ രൂപ 660 രൂപയുടെ വിലയേ ഉള്ളൂ 1 കോടി ഈ ഇറാൻ റിയാലിന്, ഇറാൻ കറൻസിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാജ്യത്തിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കാശ്മീരിൽ നിന്നുള്ള ഷിയാക്കൾ ചെയ്യുന്നത്. അതിനൊരിക്കലും നമ്മൾ മനുഷ്യത്വത്തിൻ്റെ പേരിലല്ല കൂട്ടേണ്ടത്. ഇപ്പം ഇറാനുള്ള സഹായം നമ്മുടെ സർക്കാർ തലത്തിൽ തന്നെ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവിടേക്ക് ടൺ കണക്കിന് മരുന്നുകളും മറ്റും കൊടുത്തത്. ഇത്രയും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും മറ്റൊരൊറ്റ മുസ്ലിം രാജ്യം പോലും അവരെ സഹായിക്കുന്നില്ല. ഒരൊറ്റ മുസ്ലിം രാജ്യം പോലും ഇറാനെ സഹായിക്കുന്നില്ല. പക്ഷേ മാനുഷിക പരിഗണന വെച്ചിട്ട് നമ്മുടെ രാജ്യം സഹായിക്കുന്നുണ്ട്. ഇവരോട് മാത്രമല്ല, നമ്മളോട് എന്നും ദ്രോഹം മാത്രം കാണിക്കുന്ന പാകിസ്ഥാനിൽ അവിടെ പട്ടിണി നടക്കുമ്പോഴും നമ്മൾ കൊടുക്കുന്ന ആട്ടയാണ്. ശ്രീലങ്കയ്ക്ക്
ബംഗ്ലാദേശ് ഒരു ഉടുപ്പുമില്ലാതെ നമ്മുടെ നിന്ന് വാങ്ങി തിന്നിട്ട് നമ്മളെ തന്നെ തുണി പൊക്കി കാണിക്കും. അതാണ് അവർ. എന്നിട്ടും പിന്നെയും കൊടുക്കും. അഫ്ഗാനിസ്ഥാനെ നമ്മൾ സഹായിച്ചുകൊണ്ട് നമുക്കറിയാം താലിബാനാണ് അവിടെ ഭരിക്കുന്നത്. പക്ഷേ ഇതിലൊന്നും ബന്ധമില്ലാത്ത നിരപരാധികളായിട്ടുള്ള മനുഷ്യർ കൂടി അവിടെയുണ്ട്. അവരെ പരിഗണിച്ചിട്ടാണ് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ കാശ്മീരിലെ ഈ ഷിയക്കാരെ ആ ഗണത്തിൽ പെടുത്താൻ പറ്റത്തില്ല. കാര്യം അവർക്ക് ഇത്തരം അവസരങ്ങളിൽ മാത്രമേ മാനവികത ഉണരത്തുള്ളൂ. അത് വർഗീയ മാനവികതയാണ്. അല്ലാതെ അതിനെ മനുഷ്യത്വമായിട്ട് കൂട്ടാനേ നമുക്ക് പറ്റില്ല.